നമ്മുടെ ശത്രു ആര്? നമുക്ക് ശത്രുക്കളുണ്ടോ? നമ്മൾ പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചിട്ട് നമ്മളെ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു അല്ലേ? നമുക്ക് പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റാതെ നമ്മൾ പരീക്ഷ ഹാളിൽ നിന്ന് നമ്മൾ സമയം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നു. തിരിച്ചിറങ്ങുന്ന സമയത്ത് എല്ലാം നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ഭയം ജനിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റാത്തത്. എങ്ങനെ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നിരാശ, ദേഷ്യം, ദുഃഖം, കോപം, ശാഠ്യം, ഇതെല്ലാം, ഈ സ്വഭാവങ്ങളെല്ലാം നമ്മളുടെ ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ സ്വഭാവങ്ങളെ നമ്മൾ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളെ വളരെയധികം സ്വാധീനിച്ച് നമ്മുടെ വിജയത്തിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിലെ ഭയത്തെ പുറത്താക്കാൻ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. വിശ്വാസം എന്ന ഒറ്റമൂലി മാത്രമേ ഉള്ളൂ അതിന് മരുന്ന്. വിശ്വാസം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്വയത്തിലുള്ള വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും. ഒന്ന് ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം. സെൽഫ് കോൺഫിഡൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അധികം നാള് നിലനിൽക്കില്ല, അതിന് ദൈർഘ്യമില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോഴോ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടക്കാതെ വരുമ്പോഴോ നമ്മുടെ ആ സ്വയത്തിലുള്ള വിശ്വാസം അത് നിലനിൽക്കില്ല, അത് മാറ്റപ്പെടും. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ് തീരുന്നതെന്നുള്ള യാഥാർത്ഥ്യബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേരെ വരുന്ന ഓരോ പ്രശ്നങ്ങളും അത് പ്രശ്നങ്ങളല്ലാതായി തീരുകയും പ്രതിസന്ധികൾ ഇല്ലാതായി തീരുകയും ചെയ്യും. നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഗോഡ് ഈസ് ഗുഡ് അറ്റ് ഓൾ ടൈംസ് എന്ന് നമ്മൾക്കൊരു അറിവില്ലേ? ആ അറിവ് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. ദൈവവിശ്വാസം എന്നത് നമ്മൾക്കാരെയും ആർക്കും നമ്മളെയും പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അപ്പനും മകളും തമ്മിലുള്ള ബന്ധം, അങ്ങനെ നമുക്കതിനെ വിശേഷിപ്പിക്കാം എന്നാണ്. അത് ആർക്കും പറഞ്ഞു തരാനോ കൊടുക്കുവാനോ അത് സാധ്യമല്ല. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആചാരങ്ങൾക്കും മതങ്ങൾക്കും എല്ലാം അതീതമാണ്. തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നതാണ്. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ.